ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ചെന്നൈ മെട്രോ റെയിൽ ലിമിറ്റഡിൽ അസിസ്റ്റന്റ് മാനേജർ വനിതകൾക്കുള്ള ഒഴിവാണ്. അടുത്തത് സുപ്രീം കോർട്ടിൽ ലോ ക്ലർക്ക് കം റിസർച്ച് അസോസിയേറ്റ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ മടി വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയി വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ഒഴിവ് ചെന്നൈ മെട്രോയിൽ അസിസ്റ്റന്റ് മാനേജർ സിവിൽ വനിതകൾക്കുള്ള ഒഴിവാണിത്. ശമ്പളം 62,000 രൂപ. ഫെബ്രുവരി 10 മുമ്പായി അപേക്ഷിക്കണം. ഈ ഒഴിവിലേക്കുള്ള യോഗ്യതയെക്കുറിച്ച് നോക്കാം. ബിടെക് ബിരുദം, BE അല്ലെങ്കിൽ ബിടെക് ബിരുദം, പാലങ്ങൾ അല്ലെങ്കിൽ ഹൈവേകൾ അല്ലെങ്കിൽ റെയിൽവേ അല്ലെങ്കിൽ മെട്രോ റെയിൽ പ്രോജക്റ്റുകൾ പോലുള്ള വലിയ പ്രോജക്റ്റുകളുടെ നിർമ്മാണത്തിൽ അസോസിയേറ്റ് ചെയ്ത 2 വർഷത്തെ പ്രവൃത്തി പരിചയം. കരാർ നിയമനമാണ്. 2 വർഷത്തെ കാലാവധിയാണ് ഈ നിയമനത്തിൽ ആദ്യമുള്ളത്. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കാലാവധി നീട്ടിക്കിട്ടുവാൻ സാധ്യതയുണ്ട്. പ്രായപരിധി 30 വയസ്സ്. ഈ ഒഴിവിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനും അപേക്ഷിക്കാനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് careers.chennaimetrorail.org എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയാൻ സാധിക്കും. മെയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള മെയിൽ ID hr@cmrl.in. അടുത്ത ഒഴിവ് സുപ്രീം കോടതിയിൽ ലോ ക്ലർക്ക് കം റിസർച്ച് അസോസിയേറ്റ് റിക്രൂട്ട്മെന്റ്. 90 ഒഴിവുകളാണ്. ശമ്പളം 80,000 രൂപ. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 7. ഇതും കരാർ നിയമനമാണ്. ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ലോ ഗ്രാജുവേറ്റ്. ബിരുദം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്നായിരിക്കണം. LLBക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ വേക്കൻസിക്ക് അപേക്ഷിക്കാവുന്നതാണ്. 5 ഇയർ LLBയുടെയോ 3 ഇയർ LLBയുടെയോ അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് ഇതിന് അപേക്ഷ നൽകാവുന്നതാണ്. ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് LLB പാസ്സായിരിക്കണം. അതുപോലെ ഗവേഷണത്തിലും വിശകലന രചനയിലും പ്രാവീണ്യം ഉണ്ടായിരിക്കണം. പ്രായപരിധി 20 വയസ്സ് മുതൽ 32 വയസ്സ് വരെ. ശമ്പളം 80,000 രൂപ. ഈ നിയമനം ഷോർട്ട് ടൈം കരാർ നിയമനമാണ്. ഇന്ത്യയിലെ 23 സിറ്റികളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. കേരളത്തിലെ പരീക്ഷാ കേന്ദ്രം തിരുവനന്തപുരത്താണ്. ഇനി ഇത് എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം. ആദ്യം www.sci.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ച് ഹോം പേജിൽ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് ഫീസ് അടയ്ക്കുക. അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്തു വെക്കേണ്ടത് അത്യാവശ്യമാണ്. രജിസ്ട്രേഷൻ ഫീ 500. എക്സാമിനേഷൻ ഡേറ്റ് മാർച്ച് 9. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.